പ്രതിഫലം നൽകുന്ന ദൈവം, പ്രതിദിനം കരുതുന്ന ദൈവം, കൺമണി പോലെന്നെ കാക്കും കരുണാനിധിയാകും ദൈവം, പ്രതിഫലം നൽകുന്ന ദൈവം, പ്രതിദിനം കരുതുന്ന ദൈവം, കൺമണി പോലെന്നെ കാക്കും കരുണാനിധിയാകും ദൈവം. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. നാമല്ല കർത്താവിനെ തിരഞ്ഞെടുത്തത്, കർത്താവ് നമ്മെയാണ് തിരഞ്ഞെടുത്തത്. അവൻ എന്തിനു വേണ്ടിയാണ് നമ്മെ തിരഞ്ഞെടുത്തത്? ഫലം കായ്ക്കേണ്ടതിനും കായ്ക്കുന്ന ഫലം നിലനിൽക്കേണ്ടതിനും. യോഹന്നാൻ 15:16. ഫലം കായ്ക്കണമെങ്കിൽ നമുക്ക് ആത്മീക വളർച്ച ഉണ്ടാവണം. അതിന് വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം. അതോടൊപ്പം നമ്മിലുള്ള സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളയുകയും വേണം. 1 പത്രോസ് 2:1-2 വാക്യങ്ങൾ. ഇവിടെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നവർ പാലിക്കേണ്ടുന്ന ജീവിതശൈലിയെക്കുറിച്ച് പൗലോസ് പറയുന്നത്. ഒന്നാമത്തെ ശൈലി, ഇപ്പോൾ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന എല്ലാ ദുഷിച്ച പ്രവണതകളെയും നീക്കിക്കളയണം. നീക്കിക്കളയുക എന്ന പദം വളരെ അർത്ഥപുഷ്ടിയുള്ളതാണ്. പകലത്തെ അധ്വാനത്തിൽ മലിനമായ വസ്ത്രം നീക്കി കുളിച്ച് ശുദ്ധമാകുന്നത് പോലെ നമ്മെ മലിനമാക്കുന്ന എല്ലാറ്റിനെയും ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ അനുഭവത്തിൽ വളരണം. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നു. അതുകൊണ്ട് ജീവിത വിശുദ്ധി പാലിച്ചേ മതിയാകൂ. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമാണ്. 1 കൊരിന്ത്യർ 3:16-17 വാക്യങ്ങൾ. ദൈവത്തിൻ്റെ മന്ദിരമാകുന്ന ശരീരം കൊണ്ട് ദുഷ്ടത പ്രവർത്തിച്ച് കേടുപാടുകൾ വരുത്തുവാൻ നമുക്ക് അവകാശമില്ല. ഇന്ന് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമ്മിൽ എല്ലാം ഈ ദോഷപ്രവൃത്തികൾ ഉണ്ട്. ബോധപൂർവം മറ്റുള്ളവരെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്ന ശീലം ഇന്ന് വിശ്വാസഗോളത്തിൽ കടന്നുകൂടിയിരിക്കുന്നു. മരണത്തിനപ്പുറമുള്ള ജീവിതത്തെക്കുറിച്ച് വാചാലമാകുന്ന സഭ മരണത്തിന് മുൻപുള്ള ഈ ലോക ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നില്ല. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ സവിശേഷതയാണ് വിശുദ്ധി. ദൈവത്തിൻ്റെ വിശുദ്ധിയെ ദർശിക്കുന്നവർക്ക് മാത്രമേ സ്വന്തം ജീവിതത്തിലുള്ള അശുദ്ധി കാണുവാൻ കഴിയൂ. ദൈവത്തിൻ്റെ വിശുദ്ധി ദർശിച്ച യെശയ്യാവ് പറയുന്നത്, എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ വിശുദ്ധി ദർശിക്കുന്നവർക്ക് മാത്രമേ ജീവിതത്തിലെ അശുദ്ധിയെയും സമൂഹത്തിലുള്ള അശുദ്ധിയെയും കാണുവാൻ കഴിയും. ദാവീദ് പ്രാർത്ഥിച്ചത്, ദൈവമേ, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് തരണമേ എന്ന സങ്കീർത്തനം 51:10. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഈ പ്രഭാതത്തിൽ നമുക്കും പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ശൈലി, ദിനംതോറും വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുക എന്നതാണ്. ഇന്ന് എല്ലാ ഭക്ഷ്യവസ്തുവിലും മായമുണ്ട്. മായമില്ലാത്തത് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. മായമില്ലാത്ത വചനത്തെയും വ്യാഖ്യാനിച്ച് അതിൽ മായം കലർത്തി സുവിശേഷം പറയുന്ന അനേകർ ഇന്ന് വിശ്വാസഗോളത്തിൽ ഉണ്ട്. വയറ് നിറയ്ക്കുക എന്നത് മാത്രമാണ് അവരുടെ ചിന്ത. പൗലോസ് ഇങ്ങനെയുള്ളവരെക്കുറിച്ച് പറയുന്നത്, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഫിലിപ്പ് ലേഖനം 3:19 വാക്യം. ദിനംതോറും ദൈവവചനത്താൽ പരിപോഷിക്കപ്പെട്ടുവെങ്കിൽ മാത്രമേ പരീക്ഷകളെ തരണം ചെയ്യുവാൻ കഴിയും. സാത്താൻ്റെ എല്ലാ പരീക്ഷകളിൽ നിന്നും കർത്താവ് വിജയം പ്രാപിച്ചത് വചനത്തിൽ കൂടിയാണ്. പിശാചി കർത്താവിനെ പ്രലോഭിപ്പിക്കുവാൻ ശ്രമിച്ചതും വചനം പറഞ്ഞുകൊണ്ടാണ്. സാത്താൻ കർത്താവിനോട് പറയുന്നത്, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിൻ്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്നെഴുതിയിരിക്കുന്നു.
ഇത് പറയുമ്പോൾ കർത്താവ് പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിട്ടുണ്ട്. മത്തായി 4:6-7 വാക്യങ്ങൾ. അന്ധകാര ശക്തികൾ നമ്മെ സമീപിക്കുന്നത് ദൈവവചനത്തിൽ നിന്ന് അവർക്കിഷ്ടമുള്ളത് മാത്രം എടുത്തുകൊണ്ടാണ്. അങ്ങനെയുള്ള പരീക്ഷകളെ ദൈവവചനത്തിൽ കൂടി മാത്രമേ ജയിപ്പാൻ കഴിയൂ. അതിന് നാം വചനം ഹൃദിസ്ഥമാക്കണം. വചനം നമ്മിലുള്ള മലിനതകളെ വെളിപ്പെടുത്തുന്ന കണ്ണാടി കൂടിയാണ്. യാക്കോബ് 1:21. വചനം ധ്യാനിക്കുമ്പോൾ നമ്മിലുള്ള പാപചിന്തകളും മലിനതകളും വെളിപ്പെട്ടു വരികയും അവയെ ഉപേക്ഷിക്കുവാൻ നിർബന്ധിതരായി തീരുകയും ചെയ്യും. അതുകൊണ്ട് ദിനംതോറും വചനം ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനും നാം സമയം കണ്ടെത്തണം. നമ്മുടെ മക്കൾ വിദൂരതയിൽ പഠനത്തിനായോ ജോലിക്കായോ പോകുമ്പോൾ വിശുദ്ധ വേദപുസ്തകം കൂടി അവരുടെ പെട്ടിയിൽ വെക്കണം. വചനം ദിനംതോറും വായിക്കുവാനുള്ള പരിശീലനവും അവർക്ക് നൽകി അയക്കണം. ജീവിതത്തിലുണ്ടാകാവുന്ന എല്ലാ പരീക്ഷകളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും അവരെ വിടുവിക്കുവാൻ വചനത്തിന് മാത്രമേ കഴിയൂ. വചനധ്യാനം ഒന്ന് മാത്രമാണ് നമ്മെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നതും രക്ഷയിൽ വളർത്തുന്നതും. കർത്താവേ, ദിനംതോറും വചനം ധ്യാനിച്ച് ഹൃദിസ്ഥമാക്കി എല്ലാ മലിനതകളെയും നീക്കിക്കളയുവാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ.